നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. പെൻഷൻ പണം, അതുപോലെ തന്നെ നമ്മുടെ സബ്സിഡികൾ എന്നിവയെല്ലാം നമുക്ക് ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വേറെ അക്കൗണ്ടും ഗ്രാമീണ ബാങ്ക്, കനറ ബാങ്ക് പോലത്തെ ചെറിയ ബാങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ടും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. തികച്ചും ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷനും അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗ്രാമീണ ബാങ്ക്, കനറ ബാങ്ക് പോലത്തെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത നമ്മുടെ പെൻഷൻ അല്ലെങ്കിൽ സബ്സിഡികളെല്ലാം വരുന്ന സെക്കൻഡ് അക്കൗണ്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പല ആളുകളും അക്കൗണ്ട് എടുക്കുന്ന സമയത്തായിരിക്കും ഒരു നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ആ നമ്പർ ഉപയോഗിക്കുകയും പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ മാറുന്ന സമയത്ത് പല ആളുകളും ബാങ്കിൽ പോയി നമ്മുടെ മൊബൈൽ നമ്പർ മാറിയ കാര്യം ബാങ്ക് അധികൃതരെ അറിയിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം 6 മാസത്തിന് ശേഷമോ അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷമോ ആ നമ്പർ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയും അത് പിന്നീട് വേറൊരാൾക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ പണമിടപാട് നടക്കുന്ന സമയത്തെല്ലാം അവർക്കായിരിക്കും മെസ്സേജ് വരികയും മറ്റു കാര്യങ്ങളും ചെയ്യുക. അവർക്കത് ഉപയോഗിച്ച് തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ എടുക്കുകയും നമ്മുടെ അക്കൗണ്ടിലുള്ള പണം ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ മറ്റ് ആപ്പുകൾ ഉപയോഗിച്ചെല്ലാം നമ്മുടെ പണം അവർക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിങ്ങിന് മറ്റ് കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ OTP ആ നമ്പറിലേക്കായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ പല ആളുകളും ആ പണം പിന്നീട് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മളത് എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യുകയും നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലെല്ലാം നമ്മളിപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്പർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ടിലെ പണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഇൻഫർമേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.